പണ്ട് കാലങ്ങളിലൊക്കെ നെയ്ച്ചോറ്റിലേക്ക് ഒരു അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള ചിക്കൻ കറി ഓർമ്മയുണ്ടോ? എക്സാക്ട് സെയിം സാധനത്തിൻ്റെ റെസിപ്പി ആയിട്ടോ നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി സ്പൈസി ആൻഡ് തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ഒരു രുചി മുന്നിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി കറി തന്നെയാണ് കേട്ടോ. ഞാൻ പറയട്ടെ, എൻ്റെ ലൈഫിൽ എനിക്ക് നെയ്ച്ചോറ്റിലേക്ക് ഈ ഒരു കോമ്പിനേഷനെ വെല്ലാം വേറൊരു കോമ്പിനേഷനും ഞാനിതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിന് ശേഷം 3 പച്ചമുളക് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 4 വലിയ ഉള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 വലിയതോ അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 5 വലിയ ഉള്ളി എടുത്തോളൂ കേട്ടോ. ജസ്റ്റ് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇത് നല്ല വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതിന് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി ആഡ് ചെയ്യാണ്. ഞാൻ സെയിം കൺസിസ്റ്റൻസിയിൽ തന്നെ 4 വലിയ തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ വയലാൻ വെക്കുന്നതിന് മുമ്പ് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാൻ സമ്മതിക്കരുത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ടാണ് കേട്ടോ അത് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നന്നായിട്ട് തക്കാളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു 2.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 3 പൊടികൾ മാത്രമാണ് കേട്ടോ മെയിനായിട്ട് നമ്മൾ ആഡ് ആക്കുന്നത്. ഇനി നമ്മളുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അഥവാ മസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഗരം മസാല. ഈ ഒരു സ്റ്റേജിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. ഈ ഒരു മസാലയിലേക്കും നമ്മുടെ ചിക്കനിലേക്കും വേണ്ടൊക്കെ ഉപ്പ് ഇപ്പോൾ തന്നെ ആഡ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള 1 കിലോ ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം പാരുന്നതിന് മുമ്പ് ഈ മസാലയിലൊന്ന് പുരട്ടിയെടുക്കണം ചിക്കൻ. അപ്പോൾ നമ്മൾ അതിന് ശേഷമാണ് കേട്ടോ വെള്ളം പാരുന്നത്. അപ്പോൾ നമ്മൾ എത്ര വെള്ളം വേണോ അത് നമ്മൾ തിളപ്പിച്ചിട്ട് ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എനിക്ക് എത്രയാണോ കറി വേണ്ടത് അത്ര വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറി വേണ്ട അത്ര തന്നെ വെള്ളം ഒഴിച്ചോളൂ. കാരണം ഇതിൽ ഓൾറെഡി ചിക്കൻ കുക്കാവാനുള്ള വെള്ളം നമ്മൾ ചിക്കനെന്നും ഉള്ളിയുടെ തക്കാളിയുടെയൊക്കെ ഇറങ്ങി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് കറി ലാസ്റ്റ് എത്ര വേണോ അത്രയും വെള്ളം ഇപ്പോൾ ഒഴിച്ച് വെച്ചാൽ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് അതൊക്കെ തിളച്ചിങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യുക കേട്ടോ. ചിക്കൻ വേവുന്നത് വരെ കുക്ക് ചെയ്ത ശേഷം ഇങ്ങനെ ഒരു പരുവത്തിൽ നമ്മൾ കറക്റ്റ് ആ ഒഴിച്ച വെള്ളം നിൽക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ല അടിപൊളിയായി തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കറി ഈ സ്റ്റേജിൽ തന്നെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. പൊറാട്ടയിലേക്കൊക്കെ ഇങ്ങനെ കഴിച്ചാലും അടിപൊളിയാണ്. ഇനി നമ്മളുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിനൊരു കണക്കെന്ന് വെച്ചാൽ 1/2 മുറി തേങ്ങ എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഫുൾ പാലും പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം നന്നായിട്ട് തിളക്കാൻ അനുവദിക്കരുത്. ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം നന്നായിട്ട് തിളച്ച് വന്നാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞ് പോകുന്ന പ്രശ്നമൊക്കെ വരും. അതുകൊണ്ട് നമ്മളിങ്ങനെ തിള വരുമ്പോഴേക്ക് അത് ഓഫാക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് മല്ലിയിലയാണ് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടായിട്ടുള്ള ആഫ്രിക്കൻ മല്ലിയുടെ ഇലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ പുറത്തുനിന്ന് വാങ്ങിയതുണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നതിൻ്റെ ഒരു മുമ്പ് നമ്മൾ ഈ ഒരു ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി കണ്ട് ഒരിക്കലും വിഷമിക്കേണ്ട. അത് ചൂട് പാകാവുമ്പോഴേക്ക് കറക്റ്റ് ആ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു നമ്മുടെ അടിപൊളി കിടുക്കാച്ചി തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പി കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ചിക്കൻ കറി കിട്ടിയിട്ടുള്ളത്. നെയ്ച്ചോറിൻ്റെ കൂടെ ഈ ഒരു സംഭവം മാത്രം മതി കേട്ടോ. നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. പൊറാട്ടയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഒക്കെ ഒരു നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസ് തയ്യാറാക്കാം. നമ്മൾ കുക്കറിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ അപ്പോൾ നെയ്യൊന്നും വല്ലാണ്ട് അധികം യൂസ് ആക്കാറില്ല. നമ്മൾ 1 വലിയുള്ളി കട്ടിയില്ലാണ്ട് അരിഞ്ഞത് കൂടി ഈ ഒരു ഓയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാൻ കേട്ടോ. ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന്. അപ്പോൾ ഇത് ഈ എണ്ണയിൽ ഇങ്ങനെ കിടന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാം. നമ്മൾ ഒരു 2 പീസ് പട്ട, ഒരു 4 5 ഗ്രാമ്പു, 3-4 ഏലക്കായ് ജസ്റ്റ് ഇങ്ങനെ
തുറന്നിട്ട് അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടി ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിനായതുകൊണ്ട് കിസ്മിസും കാഷ്യൂനട്ടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കാൻ അത് അഫോർഡബിൾ ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇത് ഗോൾഡൻ ബ്രൗൺ കളറായാൽ അതിന് ശേഷം നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ എത്ര അരിയാണോ ഇടുന്നത് അതിൻ്റെ ഇരട്ടിയിൽ നിന്നും ഒരു ഗ്ലാസ് കുറച്ചിട്ടാണ് കേട്ടോ. നമ്മൾ 6 നാഴി അരി എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതിൽ 11 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ ഉപ്പാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു കാര്യമുണ്ട്, തിളച്ച വെള്ളം ഇടുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. നമ്മൾക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതിന് ശേഷം നമ്മൾ അരി എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഊറ്റിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്തിട്ടുള്ള ബാക്കി വെള്ളം അതിലുണ്ടാകും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഊറ്റിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. നമ്മൾ ഒരു 6 നാഴി അഥവാ 1.5 കിലോ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഈ ഒരു തിളച്ച് വന്നിട്ടുള്ള വെള്ളത്തിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഈ അരി ഇട്ടതിന് ശേഷം നമ്മൾ ഉപ്പൊന്ന് നോക്കണം. കാരണം അരിക്ക് കൂടിയുള്ള ഉപ്പ് കണ്ടിട്ട് ഇട്ട് കൊടുക്കണം. കുറച്ച് മുന്തി നിൽക്കുന്ന രീതിയിൽ കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുക്കറിൻ്റെ അടപ്പടച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കുക്കറിൻ്റെ ഒരു പരുവത്തിനനുസരിച്ചാണ് കേട്ടോ നമ്മൾ ഇത് വെയിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു വിസിൽ വന്നപ്പോഴേക്കും കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിസിൽ വരുന്നതും അതിൽ എയർ വെക്കുന്നതൊക്കെ നിങ്ങൾ സാധാരണ ചെയ്യുന്നതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള നെയ്ച്ചോറ് കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ സൈഡായിട്ട് ഉള്ളിസുർക്കയും അതേപോലെ തന്നെ പപ്പടം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ കറി എന്തായാലും ലൈഫിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഫീഡ്ബാക്കും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് അതുകൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഇട്ട് ഒന്ന് അമർത്തി വെക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് നമ്മുടെ ചാനലൊന്ന് റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്നും പുതിയ വീഡിയോസായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളായിരുന്നു. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.